എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ദം മുട്ടക്കറിയാണ്. ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതുപോലെ നമ്മൾ ഇതിലേക്ക് ഒരു പ്രത്യേക ഗ്രേവി ഒക്കെ ചേർത്തിട്ടാണ് കറി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള ദം മുട്ടക്കറി നമ്മുടെ വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ദം ചെയ്ത മുട്ടക്കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. മുട്ടക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് പെരിഞ്ജീരകം ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. പെരിഞ്ജീരകം ഇപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്തത് ചേർക്കാം. 10 വെളുത്തുള്ളി അല്ലി കട്ട് ചെയ്തത് ചേർക്കാം. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇവയെല്ലാം ഒന്ന് ചെറുതായിട്ട് വഴണ്ട് കഴിഞ്ഞാൽ 2 സവാള പൊടിയായി കട്ട് ചെയ്തത് കൂടെ ചേർക്കണം. സവാള ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. വീണ്ടും നല്ലോണം വഴറ്റാം. വഴറ്റുന്ന സവാളയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലോണം തന്നെ വഴറ്റിയെടുക്കാം. സവാള നല്ല മെറൂൺ കളറിലേക്കൊന്ന് ആയി വരണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. സവാള ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കണം. ഞാനിവിടെ 1/2 സ്പൂൺ അളവില് ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ അളവില് കുരുമുളക് പൊടി, 1 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ അളവില് മല്ലിപ്പൊടി, 1/2 സ്പൂൺ അളവിൽ തന്നെ ചിക്കൻ മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത്രയും പൊടികളാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവിയൊക്കെ ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ പൊടി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയും മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ 2 തക്കാളി നമുക്ക് ഒന്ന് അരച്ചെടുത്ത് വെക്കണം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് മുരിവായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലേക്ക് ആയി വന്നാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ സവാളയിലേക്ക് ചേർക്കാം. പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് തക്കാളി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ പൊടികളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പൊടികളൊക്കെ മൂപ്പായി വന്നു കഴിഞ്ഞാൽ അരച്ചെടുത്തിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർക്കാം. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. തക്കാളിയുടെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെയും നമുക്ക് വഴറ്റിയെടുക്കാം. തക്കാളി നല്ലതുപോലെ വഴണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ അധികം പുളിപ്പില്ലാത്ത തൈര് കൂടെ ഒഴിച്ചു കൊടുക്കാം. തൈരും കൂടെ ചേർത്ത് ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. തൈരും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഗ്രേവി ഒന്ന് ചെറിയ തീയിലേക്ക് വെച്ച് കൊടുത്ത് 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ഗ്രേവിയിലെ എണ്ണമയെല്ലാം തെളിഞ്ഞ് നല്ല കുറുകിയ പാകത്തിലേക്ക് ആയി വരും. ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ 2 മിനിറ്റ് നേരം മുട്ടക്കറിയുടെ ഗ്രേവി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മൂടി തുറന്ന് നോക്കിയപ്പോൾ കറിയുടെ ആ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല പോലെ പാകമായി വന്നിട്ടുണ്ട്. ഇതുപോലൊരു പരുവമായാൽ നമുക്കൊന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കണം. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി വീണ്ടും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 6 മുട്ടയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ 1 മിനിറ്റ് നേരം മുട്ട മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ മുട്ടയുടെ മേലെയായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ 2 മിനിറ്റ് നേരം കൂടെ മൂടി വെച്ച മുട്ടക്കറി നമുക്ക് ഒന്നുകൂടെ തുറന്ന് നോക്കാം. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതൊന്ന് മറിച്ചുകൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ദം ചെയ്തെടുത്തിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരുപാട് നേരമൊന്നും നമുക്ക് മുട്ട വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ദം ചെയ്ത മുട്ടക്കറി ഇവിടെ റെഡിയാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോകൾ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കറിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.